നമസ്കാരം. ഇത് കർക്കിടക മാസമാണ്, പിതൃപുണ്യമാസം. അപ്പം നമുക്ക് എന്തൊക്കെ ജാതകത്തിൽ എന്തൊക്കെ മഹിമയുണ്ടെങ്കിലും, എന്തൊക്കെ കുടുംബ മഹിമയുണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ കർക്കിടക മാസത്തിൽ വരുന്ന കർക്കിടക ബാഹുബലി കഴിവതും എല്ലാ ആൾക്കാരും ചെയ്യാൻ സാധിക്കണം. അതിൽ കൂടി കിട്ടുന്ന പുണ്യം, നമ്മുടെ പിതൃക്കളെ ഒന്ന് ഓർക്കുന്ന ആ ഒരു പുണ്യ ദിവസം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മനസമാധാനം തരും, ഉയർച്ച തരും, സർവ്വവിധ സൗഭാഗ്യങ്ങളും തരും. അതുകൊണ്ടാണ് നമ്മുടെ അടുത്തുള്ള പുണ്യസങ്കേതങ്ങളിൽ, ചില വീടുകളിൽ അങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ ബലിയിടാനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ട് ആചാരപരമായിട്ട്. ഇവിടെ പറയാൻ പോകുന്ന അതല്ല. നിങ്ങൾക്ക് ആചാരപരമായിട്ടല്ലാതെ നിങ്ങളൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യപരമായിട്ട് പ്രശ്നമുണ്ട്, നിങ്ങളൊരു വിദേശത്ത് താമസിക്കുന്ന ആളാണ്. നമ്മുടെ പിതൃക്കളെ, നമ്മുടെ അച്ഛനെ അമ്മയെ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികളെ, ഒരുപക്ഷെ ഗർഭാവസ്ഥയിൽ മരിച്ചുപോയവരുടെ പോലും പിതൃവിനെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ മനസ്സംതൃപ്തിക്ക് വേണ്ടി ലളിതമായിട്ട് അത് ചെയ്യാവുന്നതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ആചാരാനുഷ്ഠാനപരമായിട്ടല്ല, അത് നിങ്ങൾ അതാത് ക്ഷേത്രങ്ങളിലോ അതുമായിട്ട് ചെയ്യുന്നവരുമായിട്ട് പോകണം. ഇത് നമുക്ക് ലളിതമായിട്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സാണ്, ശ്രദ്ധയാണ്, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ്. നമ്മൾ ആ ശ്രദ്ധയോടുകൂടി നമുക്ക് ഒരു പിതൃവിന് നമസ്കാരം നടത്തുന്നത് എങ്ങനെയാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അതായത് നമുക്ക് മണ്ണിലാണ് നമ്മൾ എന്നൊക്കെ സൗധങ്ങളുണ്ടെങ്കിലും നമ്മൾ മണ്ണിലാണ് അവസാനം വിലയം പ്രാപിക്കുന്നത്. അപ്പോൾ ഒരു നുള്ളു മണ്ണ് നിങ്ങൾ വൃത്തിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് അവിടെ ഇടുക. നിങ്ങൾക്കൊരു നിലവിളക്ക് കത്തിച്ച് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ ഒരു സാമ്പ്രാണിത്തിരിയെങ്കിലും കത്തിച്ച് വയ്ക്കുക. ആ വിളക്കിൻ്റെ മുമ്പിൽ ഗണപതിയെ ഒന്ന് സ്മരിക്കുക. അതിനൊരു തുളസിപ്പൂവ് ഗണപതിയുടെ അവിടെ ഇടാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗംഗാജലം ഉണ്ടെങ്കിൽ ആ ഗംഗാജലം എല്ലായിടത്തും തളിക്കുക. ഇതില്ലെങ്കിൽ ഒരു കിണ്ടിക്കകത്ത് വെള്ളമെടുത്തിട്ട് നമ്മുടെ പുണ്യനദികളെ എല്ലാം മനസ്സിൽ വിചാരിച്ചിട്ട് ആ കിണ്ടിയിലെ വെള്ളത്തിൽ ഒരു തുളസിപ്പൂ ഇട്ടാൽ തീർച്ചയായിട്ടും അത് ഗംഗാജലമാണ്. ആ ഗംഗാജലം കൊണ്ട് എല്ലായിടത്തും തളിക്കുക. ഒരു തൂശനില എടുത്ത് തെക്കോട്ട് തിരിച്ച് നമ്മുടെ മുമ്പിൽ വയ്ക്കുക. വേറെ ഒരു തൂശനിലയ്ക്കകത്ത് കുറച്ച് പച്ചരി നനച്ചത്, അല്ലെ പച്ച നെല്ല് നനച്ചത്, കുറച്ച് എള്ള്, ഒരു തുള്ളി നെല്ല്, ശാലം ദർഭ, ശകലം ചെറുകുളം, അതായത് ബലിപ്പൂവെന്നാണ് പറയുന്നത്. അത്തരം സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നിങ്ങളുടെ പിതൃക്കളെ, നമുക്ക് നമ്മുടെ ആരൊക്കെയാണോ നമ്മുടെ പിതൃക്കളുള്ളത്, അച്ഛനാണെങ്കിൽ അച്ഛൻ, അമ്മയാണെങ്കിൽ അമ്മ, അവരെയെല്ലാം മനസ്സാ നന്നായിട്ട് ധ്യാനിച്ച് അവരുടെ എല്ലാം സാന്നിധ്യം നമ്മളെവിടെയാണോ ബലിയിടുന്നത് അവിടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് ആ മണ്ണിൽ നമ്മൾ ആ തൂശനില വെച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ ഇത് സമർപ്പിച്ച്, അതായത് എള്ളുണ്ടാവണം, ഒരല്പം നെയ്യുണ്ടാവണം, പച്ചരിയോ ഏതെങ്കിലും നനച്ചതുണ്ടാവണം, ചെറുകുളയുണ്ടാവണം, എന്തെങ്കിലും തുളസിപ്പൂവോ, അങ്ങനെ ഇതെല്ലാം കൂടി പ്രാർത്ഥിച്ച് അവിടെ സമർപ്പിച്ച് നമസ്കരിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കർക്കിടക ബാഹുബലിയുടെ പുണ്യം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ യാതൊരുവിധ ക്ലേശങ്ങളും വേണ്ട. നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബലിയിടാൻ പോകാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബലിയിടാൻ പോകാൻ പറ്റിയില്ല, അങ്ങനെയുള്ള യാതൊരു ക്ലേശങ്ങളും ഇല്ല. നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായി നിങ്ങൾക്ക് സർവ്വവിധ യശസ്സും ഉണ്ടാവും. നമസ്കാരം.